ഹായ് നമസ്കാരം. വിജയ് ദ വാട്ടർ കൺസൾട്ടൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളിയിലാണ് ഉള്ളത്. ഇവിടെ നമ്മളൊരു വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര മഴയാണ് ഈ സമയത്ത്. കേരളത്തിലെല്ലായിടത്തും പൊതുവെ ഭയങ്കര മഴയുള്ളൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് UP സ്കൂളാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങനെ ഒരുപാടില്ല. അപ്പോൾ ഇവർക്ക് ഇവിടെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളത്തിൽ അയൺ കണ്ടൻറ്റ് കൂടുതൽ, അതുപോലെ ടർബിഡിറ്റി ഒക്കെ കൂടുതലാണ്. അപ്പോൾ അത് മാറ്റാനും പിന്നെ കൂടാതെ കുറച്ച് കോളിഫോം ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് ഉണ്ട്. ഈ കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും ഒരുപാട് വെള്ളമൊന്നും കൊണ്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ കുടിക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബാക്ടീരിയയുള്ള വെള്ളം ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് ക്ലിയർ ആക്കാനും അതിനോടൊപ്പം തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണമൊക്കെ ഇപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ സർക്കാർ. അപ്പോൾ അത് ക്ലിയർ ആക്കാനും ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫിൽട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കിണർ വെള്ളമാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലാബിലാണ് വെള്ളം ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അയൺ കണ്ടൻറ്റ്, ടർബിഡിറ്റി, കോളിഫോം ബാക്ടീരിയ ഒക്കെ കൂടുതൽ കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആണ് ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കിണർ. ഈ കിണർ വെള്ളം മഴക്കാലത്തൊക്കെ നന്നായിട്ട് കലങ്ങും. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭയങ്കരമായിട്ട് മഞ്ഞ നിറമാണ്. ഇങ്ങനെ മഞ്ഞ നിറം വരുന്നത് ഈ ടർബിഡിറ്റിയും അതുപോലെ അയണൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മഞ്ഞ നിറം വരുന്നത്. പൊതുവേ ഉണ്ടാവും കേരളത്തിൽ 85% കൂടുതൽ കിണർ വാട്ടർ സോഴ്സിലും ഇതുപോലെ അയൺ കണ്ടൻറ്റൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ മോട്ടോർ ഉപയോഗിച്ചിട്ട് സബ്മേഴ്സിബിൾ പമ്പാണ് ഇട്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് അവർ ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും ഈ ടാങ്കിലേക്കാണ് വെള്ളം അടിക്കുന്നത്. ഓക്കെ, ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ചെറിയ സ്കൂളായതുകൊണ്ട് അത് സഫീഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ 1-2 പ്രാവശ്യം പമ്പ് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 2 സിസ്റ്റം ഉണ്ട്. ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലോറിനേഷനും ഉണ്ട്. ഓക്കെ, ക്ലോറിനേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു ഡോസിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. മാനുവലല്ല, ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഈ ഡോസിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എത്ര ക്ലോറിൻ ഇഞ്ചെക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മോട്ടോർ അടിച്ചു കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഡോസിങ് സിസ്റ്റം ഓൺ ആവും. അപ്പോൾ അതിനുള്ള പവർ സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഓണായിട്ട് ഈ ലൈൻ വഴി നമ്മുടെ പമ്പിങ് ലൈനിലേക്ക് ക്ലോറിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ എത്രയാണോ അത് ഡോസിങ് വെച്ചിരിക്കുന്നത് അതിൻ്റേതായ അളവിലായിരിക്കും അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിലൂടെ വെള്ളം ഈ ചെറിയ 1 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വെള്ളം മുകളിൽ ടാങ്കിലേക്ക് എത്തും. കണ്ടോ, അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഒരു പ്രോസസ്സിങ് ടൈം കിട്ടും, ഒരു സെറ്റിലിംഗ് ടൈം കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടാകുന്ന ഈ അയണും ടർബിഡിറ്റി കാര്യങ്ങളൊക്കെ സെറ്റിലാവും. എന്നിട്ട് റിട്ടേൺ ലൈനിലാണ് നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിലാണ് ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ സൈറ്റ് ആവശ്യപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 95% നമ്മൾ പമ്പിങ് ലൈനിലാണ് ഫിൽട്രേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈനിലൂടെ നമ്മളിവിടെ ഒരു വാൾവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ വന്ന് ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് പോകും. എന്നിട്ട് ഇതിനുള്ള ഫിൽട്രേഷൻ കഴിഞ്ഞ് ഈ ഔട്ട്ലെറ്റ് വഴി തിരിച്ച് നമ്മൾ അപ്പുറത്ത് കൂടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴേക്ക് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇതിലൂടെ ഔട്ട് നമുക്ക് തിരിച്ച് താഴെ അവരുടെ ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ വാൾവ് നമ്മളെപ്പോഴും അടഞ്ഞു കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒരിക്കലും കിട്ടില്ല, ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മളൊരു 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളത്. അക്വാവിൻസ വാട്ടർ ടെക്നോളജീസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പാലക്കാടാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് എങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റുകൾ, അതുപോലെ വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ടെസ്റ്റിംഗ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വാട്ടർ ഡിസ്പെൻസർ, വാട്ടർ ATM, അങ്ങനെ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്താവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് ടെക്നിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നോളേജ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ അതുപോലെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഉള്ള ഹോട്ടൽസ് അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ. വിജയ് ദ വാട്ടർ കൺസൾട്ടൻറ്റ്.